ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എടത്തിരുത്തി കാട്ടൂർ റോഡിൽ KLDC കനാലിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. ചളിങ്ങാട് തോട്ടുപറമ്പത്ത് കരീമിന്റെ മകൻ ഷാനവാസിനെയാണ് കാണാതായത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച തമിഴ്നാട് വള്ളം പിടിച്ചെടുത്തു. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടരുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ല. 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടമാണ് കാണാതായത്. വാർത്തകളിലേക്ക് വിശദമായി. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലം നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചേർപ്പ് തൃപ്രയാർ പ്രധാന റോഡിലെ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും തീരാ ദുരിതം സമ്മാനിക്കുന്നത്. പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുള്ള നിർമ്മാണമായതിനാൽ റോഡ് 2ആയി വിഭജിക്കപ്പെട്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയതോടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആവശ്യങ്ങൾക്കായി അപ്പുറമെത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്. ഇങ്ങനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിക്കാനുമിടയായി. 1.5-2 വർഷമായി തുടക്കം കുറിച്ചിട്ടിട്ട് ഇതുവരെ ആയിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തെ വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ തന്നെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 കിലോമീറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 14 കിലോമീറ്റർ ചുറ്റിട്ടാണ് തൃപ്രയാർ ഭാഗത്തേക്കും മറ്റുള്ളടത്തേക്കും പോകുന്നത്. ഇപ്പോൾ പുള്ള് ആലപ്പാട് ആ ഭാഗത്തുകളൊക്കെ വെള്ളം കയറിയ കാരണം ആ ഭാഗത്തേക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങളൊരു ദ്വീപിൽപ്പെട്ട പോലെ തൃപ്രയാർക്ക് പോകാനായിട്ട് ബസ് മാത്രം ആശ്രയിക്കുന്നത്. ഒരു ബൈക്കിൽ ഒരു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മരിച്ച വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മറുകരയെത്താനുള്ള പ്രദേശത്തെ ഏക മാർഗം കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ്. മഴക്കാലത്ത് വഴിക്കലും മറ്റുമായി ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ജനങ്ങളാകെ ദുരിതത്തില്ല. ചെറുവണ്ടി കടക്കാനുള്ള സംവിധാനം ചെയ്താൽ മതിയായിരുന്നു. ഇത് 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ചെടിയിൽ കൂടെ വന്നിട്ട് വേണം ഇങ്ങോട്ട് ഈ ചെറുക്കലേക്ക് എത്തണമെങ്കിൽ. അതിനൊരു പോൺ വഴി എത്രയും വേഗം കണ്ടതിലെ കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇത് വാർത്തത്. മെയിൻ വാർക്ക കഴിഞ്ഞത്. അപ്പോൾ അടുത്ത മാസം 18-ാം തീയതി ഇത് കഴിയുമെന്ന് പറയുന്നത്. ഇത് കൈവരി കെട്ടി കഴിഞ്ഞിട്ട് വേണ്ട വണ്ടി പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഈ വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ നിലവിൽ ഇരുകരകൾ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ഒറ്റ ട്രിപ്പിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇരുകരകളിലേക്കും നടന്നും ബസ്സുകൾ മാറിക്കേറിയും വേണം യാത്ര നടത്താൻ. പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലാണ്. ഇത് അടച്ചതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ 75% ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കുക. ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ തലയ്ക്ക് മെയ്ത വരുന്ന ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല. ഇത് ഈ പാലം തുറക്കാണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു വശം വരുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ബസ്സുകൾ അവിടെ നിർത്തുന്ന അപ്പുറത്ത് പോകുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വരെ ബാക്കിയാവുക. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. മതിയായ തൊഴിലാളികളില്ലാത്തതാണ് പ്രവൃത്തികളിൽ കാലതാമസം വരാൻ പ്രധാന കാരണം. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും കൂടിയായപ്പോൾ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലായി. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പാലം പണി വർഷം 1 പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല. യാത്രക്കാരും പ്രദേശവാസികളും എല്ലാം തന്നെ ദുരിതത്തിലാണ്. ഈ കാണുന്ന നടപ്പാലം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാൽനട യാത്ര പോലും അസാധ്യമായിരുന്നു. ഇനിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഇന്ന് രാവിലെ 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30-യോടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു.
യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദിവസവും കാലത്ത് 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് കാലത്ത് 2 കാറും ഒരു ബൈക്കും കൂടി കൂട്ടിയിടിച്ച് ബൈക്കുകാരന്റെ ആയുസിന്റെ വരുത്തം കൊണ്ടാണ് 2 ആളുകൾ രക്ഷപ്പെട്ടത്. 2 കാറുകളും ആകെ തർപ്പണായി. ദിവസം ഇത് തന്നെയാണ് പന്നിത്തറം മേഖലയിലെ സ്ഥിതി. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടി യാത്രാസൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. 4 അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിനാറ് സുരക്ഷ ഒരുക്കിയിട്ടില്ല. അതിനൊരു പരിഹാരം റോഡ് അതോറിറ്റി അതുപോലെ ഡിപ്പാർട്ട്മെന്റൊക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് സിഗ്നലുകളൊക്കെ സ്ഥാപിച്ച് എപ്പോഴും പെട്ടെന്ന് അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെയും യാത്രക്കാരെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയോടെ കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും ആക്സിഡന്റ്. അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നുണ്ട്. കാരണം സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നലിലെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എയർ ബാഗുകൾ പുറത്തു ചാടിയ നിലയിലാണ്. ഗുരുവായൂരിൽ നിന്ന് തൃത്തല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയപാത നിർമ്മാണ കമ്പനി സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം. രാത്രി സമയങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനയാത്രക്കാർക്ക് ഡിവൈഡറുകൾ കാണാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ദേശീയപാതയിൽ വഴിവിളക്കുകളില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ റോഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. എടത്തിരിഞ്ഞി കാട്ടൂർ റോഡിൽ കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ചെളിങ്ങാട് തോട്ടുപറമ്പത്ത് കരീമിന്റെ മകൻ ഷാനവാസിനെയാണ് കനാലിൽ ബുധനാഴ്ച കാണാതായത്. സുഹൃത്തും കൂരിക്കുഴി സ്വദേശിയുമായ മജീദിനൊപ്പം കനാലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ്, കാട്ടൂർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. തൃശൂരിൽ നിന്നുള്ള സ്കൂബ സംഘവും തെരച്ചിലിനായി എത്തിയിരുന്നു. ഇന്നലെ രാത്രി 7:30 വെളിച്ചക്കുറവും മോശം കാലാവസ്ഥയും മൂലം തിരച്ചിൽ നിർത്തി സംഘം മടങ്ങുകയായിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച തമിഴ്നാട് വള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ട്രോളിംഗ് നിരോധന നിയന്ത്രണങ്ങൾ ലംഘിച്ച തമിഴ്നാട് കുളച്ചൽ സ്വദേശി അശ്വിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പുനിത പ്രകാശിയമ്മാൾ എന്ന ആഴക്കടൽ മത്സ്യബന്ധന യാനമാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് യാനം പിടിച്ചെടുത്തത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് യാനം പിടികൂടിയത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തിയാക്കി 20,000 രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടരുന്നു. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 263 ബൂത്തുകളിലായി 2,32,384 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പോളിംഗ് വൈകിട്ട് 6-ന് പൂർത്തിയാകും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്തിനും M സ്വരാജിനും പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്ന PV അൻവറിന്റെ സാന്നിധ്യമാണ് മത്സരത്തെ പ്രവചനാതീതമാക്കുന്നത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ല.
ക്ഷേത്രത്തിലെ പുതിയ ദേവസ്വം ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടം പാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിന്റെ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിലെത്തി പരിശോധന ആരംഭിച്ചു. നിലവിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഓഫീസർ ലീവ് എടുത്ത് മാറി നിന്നപ്പോഴാണ് പുതിയ ഓഫീസറെ ദേവസ്വം നിയോഗിച്ചത്. ദേവസ്വം വിജിലൻസ് ഓഫീസറായ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയത്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗതക്കുരുക്ക്. കല്ലിടുക്ക് മുതൽ ചുവന്നമണ്ണ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കല്ലിടുക്കിൽ ട്രെയിലർ ലോറി കുടുങ്ങിക്കിടന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിലർ ലോറി JCB ഉപയോഗിച്ച് മാറ്റിയെങ്കിലും പുലർച്ചെ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക് എന്നിവിടങ്ങളിലെ കുഴികൾ മൂലം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി നടക്കുന്നുണ്ട്. മന്ത്രി K. രാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേശീയപാത അധികൃതർ അറ്റകുറ്റപ്പണി നടത്തുന്നത്. ചാവക്കാട് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 16 കുടുംബങ്ങളെ കടപ്പുറം അഞ്ചങ്ങാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. NK അക്ബർ MLA ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ്, ചാവക്കാട് മുനിസിപ്പൽ കൗൺസിലർ ബുഷറ ലത്തീഫ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. പരിയാരം പള്ളിക്ക് സമീപം യുവതി പൊള്ളലേറ്റ് മരിച്ചു. കാര്യടത്ത് ഷൈജുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സിമിയാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രയേലിൽ ജോലിക്ക് പോയിരുന്ന ഇവർ ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് വായനാ ദിനം. പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഒരുക്കി സൗജന്യമായ വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണ വായനാ ദിനത്തോടനുബന്ധിച്ചിറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകളേറെയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താർ ആദൂരിൻ്റെ കുഞ്ഞൻ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിൻ്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുൻപ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോട് കൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്. 15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 1,00,000-ലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താർ ആദൂരിന്റെ ലക്ഷ്യം. പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കൗതുകകരമായ മിനിയേച്ചർ പുസ്തകം നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മിനിയേച്ചർ പുസ്തകങ്ങളുടെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഓരോ പേജുകളും നമ്മൾ കൂട്ടിയോജിപ്പിച്ച് എൻ്റെ മക്കള്, എൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ, അതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം പുസ്തകങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടി എനിക്ക് 1,00,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന പുസ്തകത്തിന്റെ 5,000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്ക് കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.
എഴുത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുൻ അധ്യാപിക എല്ലാ ദിവസവും ഒരു പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതും. ഇത്തരത്തിലുള്ള ആസ്വാദനക്കുറിപ്പ് തന്റെ മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ശീലമാക്കിയിരിക്കുകയാണ് സർക്കാർ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയായ മേരി തോമസ്. മഴക്കാലമല്ലേ, മഹിമനം കുളിരും കാലമല്ലേ, മഴക്കാരൻ മഷിയെഴുതും കാലമല്ലേ. വാഴച്ചാൽ GWLP സ്കൂളിൽ നിന്ന് 2018 വിരമിച്ച ശേഷം പുസ്തകം വായിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്ന് മേരി തോമസ് പറയുന്നു. 200-ലധികം കവിതകളും 12 കഥകളും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 30 കവിതകൾ പുസ്തകമാക്കി അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 110 പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ഇതിനകം മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യമാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ശാലിനി മേനോന്റെ മേഘമുത്തശ്ശിയാണ് പ്രിയപ്പെട്ട പുസ്തകമെന്ന് മേരി തോമസ് പറഞ്ഞു. ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടപ്പോൾ ഒരു 110ഓളം ആസ്വാദനക്കുറിപ്പ് FBയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറേ കവിത എഴുതിയിട്ടുണ്ട്. 155 കവിതകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിതകൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ പ്രകാശനം ഉണ്ടാകും. ഇനിയും കുറച്ച് കവിതകളോടെ ഇങ്ങനെ ഞാൻ FBയിൽ ഇടാത്ത കുറച്ചിരിപ്പുണ്ട്. അത് ചേർത്തിട്ടില്ല. ഇപ്പം ദിവസം വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന കവിതകളാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുമായി സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷവും സങ്കടവും കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. എഴുത്തിനും വായനയ്ക്കും പ്രത്യേക സമയമില്ലെങ്കിലും പലപ്പോഴും രാത്രി 12 വരെ നീണ്ടുപോകുമെന്നും ഇത് കഴിഞ്ഞിട്ടേ ഉറക്കമുള്ളൂവെന്നും ഇവർ പറയുന്നു. പുസ്തക വായനയിലും ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിലും വിനോദം കണ്ടെത്തുന്ന മുൻ അധ്യാപികയ്ക്ക് എഴുത്തും വായനയുമാണ് പ്രിയപ്പെട്ട ലോകം. കരിമുകിലാകാനിനി എത്ര നാൾ, ഒരു കുടം തണ്ണീർ ചുമലിലേന്തുവാനിനി എത്ര നാൾ, കാത്തിരിക്കണമിനി എത്ര നാൾ, കാത്തിരിക്കണമിനി എത്ര നാൾ. TCV ന്യൂസ്, മാള. അക്ഷരങ്ങളെയും വായനയും ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന രണ്ടുപേരെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കണ്ടത്. ഇനി വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന വായനാ ദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം പരന്ന വായനയെ പിന്നോട്ടടിപ്പിച്ചുവെങ്കിലും ഈ പുസ്തകങ്ങളും ഓഡിയോ ബുക്കുമെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നാലും വായന ഇല്ലാതാകുന്നില്ല. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ന്യൂസ് ഡെസ്ക്, TCV. അക്ഷരങ്ങളെ ജീവവായു പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എഴുത്തുകാരിയാണ് ES ആമി. ഇതിനോടകം തന്നെ കഥാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് +2 വിദ്യാർത്ഥിനിയായ ആമി. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ കഥയ്ക്ക് A ഗ്രേഡ് ലഭിച്ചു. ES ആമി എന്ന +1 വിദ്യാർത്ഥിനിയായിരുന്നു അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആ കൊച്ചു കഥാകാരി. വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചികൾ എന്നതായിരുന്നു കഥയുടെ വിഷയം. കഥയെഴുത്തിൽ ഭാഷ കൊണ്ട് വൈവിധ്യം തീർക്കുന്ന ആമി എഴുത്തിന്റെ ലോകത്ത് ശക്തമായ സ്ത്രീ സാന്നിധ്യമാണെന്ന് വിധികർത്താക്കളും അന്ന് വിലയിരുത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ആമി ശ്രീനാരായണപുരം സ്വദേശിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീടിന്റെയും കലാകാരി കൂടിയായ ജിതിയുടെയും മകളാണ്. കുഞ്ഞുനാളിലെ വായനയുടെ ലോകത്തേക്ക് കടന്നുവന്ന ആമി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കഥകളും കവിതകളുമെല്ലാം എഴുതാൻ തുടങ്ങിയിരുന്നു. അക്ഷരങ്ങളാണ് ആമിയുടെ ലോകം. ഹൈസ്കൂൾ തലത്തിൽ വിദ്യാരംഗത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും കഥാരചന മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ തുടർച്ചയായി സമ്മാനങ്ങളും വാരിക്കൂട്ടി. നിരവധി മറ്റു പുരസ്കാരങ്ങളും ഈ പെണ്ണെഴുത്തുകാരിയെ തേടിയെത്തി. വയനാട് പെരിക്കല്ലൂർ സ്കൂൾ 2024 നടത്തിയ സംസ്ഥാനതല കഥാപുരസ്കാരം, 2024 TV കൊച്ചുബാവ പുരസ്കാരം, ഈ വർഷത്തെ ഗാർഗി അങ്കണം പുരസ്കാരം, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയുടെ വായനയുടെ ലോകം പുരസ്കാരം,
തുടങ്ങിയ ചെറുതും വലുതുമായ അംഗീകാരങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു. ഞാൻ എഴുതി തുടങ്ങിയത് ഒരു 4ാം ക്ലാസ് ഒക്കെ തൊട്ടാണ്. 4ാം ക്ലാസ് തുടങ്ങി എഴുതി തുടങ്ങാന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം തുടങ്ങി വായനാശീലമൊക്കെ ഉണ്ട്. വീട്ടിൽ ചെറിയൊരു ലൈബ്രറി ഒക്കെ അച്ഛനമ്മയും കൊണ്ടുവരികയും അതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ വലിയ വലിയ പുസ്തകങ്ങളിലോട്ട് കയറിയിട്ടാണ് പതുക്കെ എഴുത്തിന്റെ മേഖലയിലോട്ടൊക്കെ വരുന്നത്. മണപ്പുറത്തിന്റെ പ്രശസ്ത നാടൻ കലാകാരനായിരുന്ന EAS പുതിയകാവിന്റെ ചെറുമകൾ കൂടിയായ ആമി ഗാനാലാപനത്തിലും അഭിനയത്തിലും കൂടി മികവ് തെളിയിച്ചിട്ടുണ്ട്. മണിപ്പൂർ കലാപ പശ്ചാത്തലത്തിൽ പിതാവ് സുധീഷ് എഴുതി സംവിധാനം ചെയ്ത വിലാപം എന്ന ഒറ്റയാൾ നാടകം ആമി ഒട്ടേറെ വേദികളിൽ അവതരിപ്പിച്ചു. എഴുത്തുകാരി മാധവിക്കുട്ടിയെ ഏറെ ആരാധിക്കുന്ന സുധീഷും ജിതിയും തന്നെയാണ് മകൾക്ക് ആമി എന്ന പേരിട്ടതും. പേരിനെ അനർത്ഥമാക്കുന്നതായിരുന്നു ആമിയുടെ രചനാപാഠവും. അവൾ എഴുത്തുകാരി ആയില്ലെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാനായിട്ട് പഠിക്കും. അത് ഏതൊരു കുട്ടിയോടും ഏതൊരു രക്ഷിതാവിനോടും നമ്മൾ പറയുന്നത്, നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പുസ്തകം വായിക്കും. കുറച്ചും കൂടി മെച്ചപ്പെട്ട ലോകം ഉണ്ടാകുന്നതിന് വായന നമ്മളെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പുസ്തകം വായിക്കാനായിട്ട് അവൾ നിരന്തരം നമ്മൾ ശീലിപ്പിച്ചിരുന്നു. ചെറുതും വലുതുമായ പുസ്തകങ്ങളിലൂടെ വായനയെ പ്രണയിക്കുന്ന ആമിയുടെ തെരഞ്ഞെടുത്ത 20 കഥകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പഠന തിരക്കിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ആമി. TCV ന്യൂസ്, കയ്പമംഗലം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട മേലൂരിലെ വായനശാലയെ പുനരുദ്ധരിക്കാനുള്ള പ്രയത്നത്തിലാണ് ഒരു കൂട്ടം അക്ഷരസ്നേഹികൾ. 1941 ശാന്തിപുരം LP സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ്മയാണ് വായനശാലയ്ക്ക് ജന്മം നൽകിയത്. അധ്യാപിക കുഞ്ഞേലിയക്കുട്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചി സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത പ്രസ്ഥാനം വർഷങ്ങൾക്ക് ശേഷം മേലൂർ കവലയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. പ്രവർത്തനം കാര്യക്ഷമമായതോടെയാണ് CG ജോസിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലെ ചെറിയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് വായനശാലയ്ക്ക് പുതിയ മുഖം ഒരുക്കിയത്. YMA ക്ലബ്ബും തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിച്ചിരുന്നു. കായിക മേഖലയിലെ ഒട്ടനവധി ടൂർണമെന്റുകൾക്കും ഇരു പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മ സാക്ഷ്യം വഹിച്ചു. നോവലുകളും കഥകളും പത്രങ്ങളുമെല്ലാം വായിക്കാനും ചർച്ച ചെയ്യാനും അക്കാലത്ത് മേലൂരിലെ യുവത്വം ഗ്രാമീണ വായനശാലയെ തേടിയെത്തി. ആകാശവാണിയിലെ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും നാടകങ്ങളും വരെ കോളാമ്പി മൈക്ക് വെച്ച റേഡിയോയിലൂടെ 4 ഇടങ്ങളിലുമെത്തി. നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളും വായനാ കളരിയിൽ അരങ്ങേറി. KJ ജോസഫ് മാസ്റ്റർ, KK ഗോപാലകൃഷ്ണൻ, VA ആന്റണി, NV ആന്റണി, കൊച്ചുവർക്കി, അങ്ങനെ നീളുന്നു ആദ്യകാല പ്രവർത്തകരുടെ നിര. നാടകങ്ങൾ ഗാനമേളകൾക്കും വായനകൾ ടെലിവിഷനുകൾക്കും വഴിമാറുമ്പോൾ ചെറിയ കെട്ടിടത്തിലെ മഹാപ്രസ്ഥാനവും ശനിദശയിലായി. 84 വയസ്സിലെത്തിയ വായനശാലയെ ആധുനിക രീതിയിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് KK ശശിധരൻ പ്രസിഡന്റും VD തോമസ് സെക്രട്ടറിയുമായ പുതിയ ഭരണസമിതി. ഇതിന്റെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ കളരികൾ ഒരുക്കുന്നുണ്ട്. സ്വന്തമായി സ്ഥലം വാങ്ങി യുവാക്കളെ ആകർഷിക്കും വിധം ആധുനിക രീതിയിലുള്ള സംരംഭമാക്കുകയാണ് ലക്ഷ്യമെന്ന് VD തോമസ് പറഞ്ഞു. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ചില യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച ഗ്രന്ഥശാലയാണിത്. വളരെ കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യുവജന രംഗത്തും ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്തും നടത്തിയിട്ടുള്ള ഒരു വായനശാലയാണ്. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള വായനാ പക്ഷാചരണ പരിപാടി വിവിധങ്ങളായ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ്. TCV ചാലക്കുടി. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതമാർഗവും കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന യദു കൃഷ്ണന് സ്വന്തമായി വീടായി. ചാവക്കാട് MLAയുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും സ്കൂൾ മാനേജ്മെന്റ്, PTA, രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹായത്താലാണ് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന യദു കൃഷ്ണന് വീടൊരുങ്ങിയത്. വീടിന്റെ താക്കോൽ ദാനം നാളെ നടക്കും.
വിദ്യാലയത്തിന് മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഡേയും നാളെ നടക്കുമെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മാനേജർ MU ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പാൽ MD ഷീബ, ഹെഡ്മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര വാദ്യകലാകാര കൂട്ടായ്മയായ മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇലത്താള കലാകാരന്മാരായ പറമ്പിൽ നാരായണൻ നായർ, കുണ്ടനാട്ട് നാരായണൻ നായർ എന്നിവരുടെ 2ാം ചരമവാർഷിക ദിനാചരണവും ചേലക്കര സൂര്യനാരായണൻ, കീനൂർ മണികണ്ഠൻ എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. പെരുവനം സതീശൻ മാരാർ കലാകാരന്മാരുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. MLV നായർ, അരുൺ പാലാഴി, കൊടകര അനൂപ്, വിജിൽ മേനോൻ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴിയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായിട്ടും അധികൃതരുടെ മൗനം തുടരുന്നു. കനാൽ ബണ്ടും അപകട ഭീഷണിയിലാണ്. തെക്കേ പുല്ലഴി KLDC കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ തോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. പെരിങ്ങാവ്, കുറിഞ്ഞായിക്കൽ, അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വെട്ടിയിട്ട കുളവാഴകളും ചണ്ടിയുമാണ് പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ മാസം 30-ന് വാർത്ത നൽകിയിരുന്നു. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനാൽ കോൾപ്പടവിന്റെ ബണ്ട് ഏതു നിമിഷവും തകർന്ന് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൃശൂർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുളവാഴകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ അയച്ചിട്ടുണ്ടെങ്കിലും സൂപ്രണ്ട് എഞ്ചിനീയറുടെ അന്തിമ ഉത്തരവ് ഇനിയും ലഭിച്ചില്ലെന്ന് പറയുന്നു. അടിയന്തരമായി കുളവാഴകൾ നീക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനിടയാകുമെന്ന് പുല്ലഴി ഡിവിഷൻ കൗൺസിലർ K. രാമനാഥൻ പറഞ്ഞു. ചെറുപാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യണമെന്ന് മെയ് മാസം 26-ാം തീയതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി. ഇത് എല്ലാ വർഷമുള്ള ഒരു പ്രക്രിയയായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ കുളവാഴകൾ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ്. അത് തന്നെയല്ല, കോൾപ്പടവിലെ ബണ്ടുകൾക്ക് ഇത് ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ അയ്യന്തോൾ, പൂങ്കുന്നം, ഉദയനഗർ, ചെമ്പുക്കാവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഈ കുളവാഴകൾ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാര്യമായ യാതൊരു മുൻകരുതലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനാൽ പതിവ് പോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമായി തുടരുകയാണ്. കാനകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യാത്തതാണ് ഇത്തവണയും പ്രതിസന്ധി രൂക്ഷമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കാവുന്നില്ല. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദേശീയപാത 4-വരിപ്പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4-വരി പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനടയാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനടയാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം.
TCV കൊടകര. പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തുടരുന്നു. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ചിത്രപ്രദർശനം കാണാനെത്തുന്നത്. കുട്ടിവര എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിൽ സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 125ഓളം കുട്ടികളുടെ 150ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. അക്രിലിക് മീഡിയത്തിലുള്ളതാണ് ഭൂരിഭാഗം ചിത്രങ്ങളും. വാട്ടർ കളർ, പേസ്റ്റൽ മീഡിയങ്ങളിലുള്ള ചിത്രങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അക്രിലിക് മീഡിയത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ചിത്രകലാധ്യാപകൻ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരംഭിച്ച ചിത്രം വരെയാണ് പൊതുവേദിയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. കാടും മേടും പുഴകളും താഴ്വരകളും സൂര്യനും ചന്ദ്രനും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ദൈവങ്ങളും പ്രകൃതിയുമെല്ലാം കുട്ടികളുടെ ഭാവനയിൽ ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങളോടൊപ്പം അധ്യാപകർ വരച്ച ഏതാനും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. TCV തൃശൂർ. മുല്ലശ്ശേരി തണ്ണീർക്കായലിന് സമീപം താമസിക്കുന്ന 10ഓളം കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തണ്ണീർക്കായലിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ദിവസങ്ങളായി പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പലർക്കും പനിയും ചൊറിച്ചിലുമുണ്ടെന്ന് പരിസരവാസിയായ വീട്ടമ്മ പറയുന്നു. പഞ്ചായത്ത് ഒരു നിമിഷം വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ ഈ ഭാഗത്തോട്ട്. മെമ്പർ കാലത്ത് വന്നു, അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. വില്ലേജിൽ ഓഫീസർ ലീവാന്ന് പറഞ്ഞു, അതിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ആളും പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പറയേണ്ട, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തുകാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവിടെ അറിയിച്ചിട്ട്. കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, അവർക്കൊക്കെ വയ്യാണ്ടിരിക്കുക. ഞങ്ങൾ എന്നിട്ടാ ചെയ്യണ്ടേ? ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലൂടെയുള്ള യാത്രയും ശുചിത്വമില്ലാത്ത അന്തരീക്ഷവും പകർച്ചവ്യാധികൾക്കിടയാക്കുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. തണ്ണീർക്കായൽ മേഖലയിലേക്കുള്ള വെള്ളാമടം കണ്ണൻകാട് റോഡ് മണ്ണിട്ടുയർത്തിയാൽ മാത്രമേ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ കഴിയൂവെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ വെള്ളക്കെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റോഡ് ഉയരണം. ഈ റോഡ് ഇവിടം വരെ പാസ്സായിട്ടുണ്ട്. റോഡ് പാസ്സായി എന്ന് പറയുന്നേ അല്ലാണ്ട് ഇതുവരെ ഇതിനകത്ത് ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് റോഡ് എന്തായാലും ഉയർത്തി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് മിറ്റമെങ്കിലും നികത്താൻ പറ്റുള്ളൂ. ഈ വെള്ളക്കെട്ടിനൊരു ക്ഷാമം ഉണ്ടാകത്തുള്ളൂ. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അധികൃതർ അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു, ജനറൽ സെക്രട്ടറി മിഥുൻ വൃദ്ധവനം എന്നിവർ പറഞ്ഞു. വില്ലേജ് ഓഫീസർ അനാസ്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തോ വേണ്ട രീതിയിലുള്ള ഒരു കാര്യഗൗരവങ്ങളും ചെയ്തിട്ടില്ല. ഇതിനെതിരെ BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ സമരമായി മുന്നോട്ട് പോകും. TCV പാവർട്ടി. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,265 രൂപ, പവന് 74,120 രൂപ, വെള്ളി ഗ്രാമിന് 121 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,353 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവർത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എടതിരിഞ്ഞി കാട്ടൂർ റോഡിൽ KLDC കനാലിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. ചെളിങ്ങാട് തോട്ടുപറമ്പത്ത് കരീമിന്റെ മകൻ ഷാനവാസിനെയാണ് കാണാതായത്. ചാവക്കാട് പ്ലാങ്ങാട് ബീച്ചിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച തമിഴ്നാട് വള്ളം പിടിച്ചെടുത്തു. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടരുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ല. 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടമാണ് കാണാതായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.